ഞാൻ കുറുപ്പ് പരമേശ്വരൻ അഭിലാഷ് ബെർലിനിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഹാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കർണാടകയിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് നിങ്ങളെല്ലാവരും ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ മോഡിലായിരിക്കും. ഇപ്പോൾ ഫുൾ മോഡിൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇപ്പോൾ നമ്മളിത് പഠിച്ചിട്ടില്ല, നമ്മളിത് പഠിക്കാനുണ്ട്. അതെല്ലാവർക്കും സ്വാഭാവികമാണ്. ഞാനും അതുപോലെ തന്നെ ആ സാഹചര്യത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു മോഡലിന് കുറഞ്ഞാലും അത് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ മോഡലിൽ തെറ്റിയതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏതൊക്കെ കറക്റ്റായി എന്നുള്ളതല്ല, ആ മോഡൽ തെറ്റിയതാണ് ഇമ്പോർട്ടൻറ്റ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു സെപ്പറേറ്റ് ബുക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ബുക്കിൽ തെറ്റിയത് മാത്രം എഴുതും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനും അതിൻ്റെ ലൈക്ക് എഴുതുമായിരുന്നു. എന്നിട്ട് അത് എന്തുകൊണ്ട് തെറ്റിയെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ കെയർലെസ്നെസ് കൊണ്ടാണോ, അതോ എനിക്ക് അറിയാഞ്ഞുകൊണ്ടാണോ, അതോ ആ തിയറി പഠിക്കാത്തതുകൊണ്ടാണോ. അപ്പോൾ ആ തിയറി മാത്രമാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ആൻസർ അവിടെ നോട്ടായിട്ട് എഴുതി വെക്കും. അപ്പോൾ അവസാനമാകുമ്പോൾ നമുക്കിതൊരു ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് നമുക്കിത് ലൈക്ക് ഈ ബുക്ക് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അടുത്ത മോഡലിൽ നമ്മൾ ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ചിലത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലിയർലി എന്താ നമുക്ക് തെറ്റ് പറ്റുന്നതെന്ന്. അപ്പോൾ അതാണ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തത്. ഈ ബ്രില്യൻ്റെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ശരിക്കും ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ പ്രൊഫസേഴ്സ് തരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുണ്ടാവും, സെറ്റ് ഉണ്ടാവും. അത് ഒരു 10 സെറ്റ് ഉണ്ടാവും മിക്കവാറും. അത് ചെയ്താലും മതി. അത് പക്ഷേ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ലൈക്ക് OMR ഉണ്ടാവും അതിൻ്റെ കൂടെ. ആ OMR പ്രോപ്പർ 3 hour 20 minutes വെച്ചിട്ട് നമ്മൾ ചെയ്യുക. മാക്സിമം നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു ദിവസം അതുപോലെ ആ മോഡിലിരുന്ന് ചെയ്യാൻ പറ്റുക. 2 കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ എനിക്ക് 2 ചെയ്യാൻ പറ്റുള്ളായിരുന്നു. 2 ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. അതിൻ്റെ റിവ്യൂവും കൂടി ചെയ്യുമ്പോഴത്തേക്കും വിൽ ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡ്രീം എന്തായാലും അച്ചീവ് ചെയ്തിരിക്കും. എസ്പെഷ്യലി വിത്ത് ബ്രില്യൻറ്റിൻ്റെ ആ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്.